ലോകം മുഴുവൻ ഇപ്പോൾ ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് പിന്നാലെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മലയാളികൾക്കും ഈ ഫുട്ബോളിനോടൊരു ലഹരിയുണ്ട്. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റും. ഇപ്പോഴിതാ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണിന്റെ താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഫാസ്റ്റ് ബൗളർ ബേസിൽ തമ്പി 5.4 ലക്ഷത്തിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൽ എത്തിയിട്ടുണ്ട്. മുതിർന്ന താരം സച്ചിൻ ബേബി 10 ലക്ഷത്തിനാണ് ആലപ്പി റിപ്പിൾസിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും അരുൺ, ഈ ലേലം പുരോഗമിക്കുമ്പോൾ ഇതുവരെ സച്ചിനാണോ ഏറ്റവും ഉയർന്ന തുക ലഭിക്കുന്നത് എന്നാണോ? കേരള ക്രിക്കറ്റ് ലീഗിലെ 3ാം സീസണിലേക്കുള്ള താരലേലമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 173 താരങ്ങൾ ആണ് ഈ ലേലത്തിന്റെ ഭാഗമാകുന്നത്. എല്ലാ ഫ്രാഞ്ചൈസികളിലും ആയി ഏതാണ്ട് 17 താരങ്ങളെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, 10 ലക്ഷം സച്ചിൻ ബേബിക്ക് എന്ന് കാണുന്നു. നിലവിൽ ഈ ലേലം പുരോഗമിക്കുമ്പോൾ ഉയർന്ന തുക സച്ചിന് എന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും KCLന്റെ 3ാം സീസണിന്റെ താരലേലമാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. ഇതുവരെ ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് പോയ താരം സച്ചിൻ ബേബിയാണ്. 10 ലക്ഷത്തിനാണ് കേരളത്തിന്റെ രഞ്ജി ടീമിന്റെ മുൻ നായകൻ കൂടിയായ മുൻ ഇന്ത്യ എ ടീം താരം കൂടിയായ സച്ചിൻ ബേബിയെ ഇപ്പോൾ ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 സീസണിലും കൊല്ലം സെയിലേഴ്സിന്റെ താരമായിരുന്നു സച്ചിൻ ബേബി. വളരെ മനോഹരമായ ഇന്നിംഗ്സൊക്കെ, ആദ്യ ഫൈനൽ ഇന്നിംഗ്സൊക്കെ വളരെ ശ്രദ്ധേയമായ ഇന്നിംഗ്സ് ആയിരുന്നു സച്ചിൻ ബേബിയുടേത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തിനെ ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക്, ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയിരിക്കുന്നു. സിജോമോൻ ജോസഫ് 4.4 ലക്ഷം രൂപയ്ക്കാണ് ട്രിവാൻഡ്രം റോയൽസിന്റെ ക്യാമ്പിലേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യമുള്ള IPL താരം വിഘ്നേഷ് പുത്തൂർ, മുംബൈ ഇന്ത്യൻ താരമായിരുന്ന വിഘ്നേഷ് പുത്തൂരിനെ ആദ്യ റൗണ്ടിൽ ആരും ലേലത്തിൽ സ്വീകരിച്ചിട്ടില്ല. അടിസ്ഥാന വില 3 ലക്ഷം രൂപയായിരുന്നു വിഘ്നേഷിനുണ്ടായിരുന്നത്. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹവും ലേലപ്പട്ടികയിൽ ഉൾപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മുതിർന്ന താരം ഫാസ്റ്റ് ബൗളർ ബേസിൽ തമ്പി, അദ്ദേഹം IPL താരം കൂടിയാണ്. ബേസിൽ തമ്പി 5,40,000 രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൽ എത്തിയിരിക്കുന്നു. ബിജു നാരായണൻ 4.8 ലക്ഷത്തിന് തൃശൂർ ടൈറ്റൻസിൽ, നേരത്തെ കൊല്ലം സെയിലേഴ്സിന്റെ താരമായിരുന്നു ബിജു. ബാറ്റർ അഭിഷേക് പി നായർ 3 ലക്ഷത്തിന് ട്രിവാൻഡ്രം റോയൽസിലേക്ക് എത്തുന്നു. ഫാസ്റ്റ് ബൗളർ MD നിതീഷ് 6.60 ലക്ഷത്തിന് കൊല്ലം സെയിലേഴ്സിൽ എത്തുന്നു. അതും കൂടുമാറ്റമാണ്. നേരത്തെ തൃശൂർ ടൈറ്റൻസിന്റെ താരമായിരുന്നു നിതീഷ്. ലേലം ഇപ്പോഴും പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ ഇത്തവണ KCL കളിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ സഞ്ജു വളരെ മാസ്മരികമായ ചില പ്രകടനങ്ങളിലൂടെ വിജയിച്ച ടീമിന്റെ കൊച്ചി ടീമിന്റെ പ്രധാന റോളിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു ഇത്തവണ ഈ ലേലത്തിൽ അദ്ദേഹം കളിക്കുന്നത്, അദ്ദേഹം ഒരുപക്ഷെ ഇന്റർനാഷണൽ ടീമിന്റെ ഭാഗമായതുകൊണ്ടൊക്കെ ആകാം, ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതുകൊണ്ടാകാം സഞ്ജു ഏതായാലും ഈ സീസണിൽ കളിക്കുന്നില്ല. വളരെ വാശിയേറിയ താര ലേലമാണ് ഇപ്പോൾ KCLന്റെ ഭാഗമായി നടക്കുന്നത്. ഒരുപക്ഷെ KC പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബമ്പർ ഹിറ്റായി മാറുകയായിരുന്നു 2 സീസണുകൾ മാത്രം കൊണ്ട് KCL എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന ലീഗുകൾക്കൊപ്പം KCLും കാണികളുടെ എണ്ണത്തിലുമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് KCയെ സന്തോഷിപ്പിക്കുന്നത്. ഏതായാലും ചാരു ശർമ്മ, പ്രധാനപ്പെട്ട ഓപ്ഷണർ ചാരു ശർമ്മയാണ്, ഇന്ത്യയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് രംഗത്തെ കമന്റേറ്ററുമൊക്കെ ചാരു ശർമ്മയാണ് ലേല നടപടികൾ നിയന്ത്രിക്കുന്നത്. വിവിധ ടീമുകൾ നേരത്തെ തന്നെ നിലനിർത്തിയ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും 4 വീതം താരങ്ങളെയും, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സും ട്രിവാൻഡ്രം റോയൽസും 3 താരങ്ങളെയുമാണ് നിലനിർത്തിയത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 2 പേരെയും, ആലപ്പി റിപ്പിൾസ് 1 താരത്തെയും നിലനിർത്തിയിരുന്നു. A കാറ്റഗറിയിൽപ്പെട്ട NM ഷറഫുദ്ദീനെ, അഭിഷേക് നായരെയും, B കാറ്റഗറിയിൽ പവൻ രാജിനെയും ഒക്കെ എരീസ് കൊല്ലം സെയിലേഴ്സ് നിലനിർത്തിയിട്ടുണ്ട്. ഏതായാലും വളരെ വാശിയേറിയ താരലേലം പുരോഗമിക്കുകയാണ്. വിഷ്ണു വിനോദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. സഞ്ജു സാംസണിലെങ്കിലും സാലി സാംസൺ, സഞ്ജുവിന്റെ ജ്യേഷ്ഠൻ കൂടിയ സാലി സാംസൺ കഴിഞ്ഞ തവണ കൊച്ചി ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ ആ ടീം നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന KCLന്റെ താരലേലം പുരോഗമിക്കുകയാണ്. ഇനിയും കഴിഞ്ഞ തവണ 26 ലക്ഷം രൂപയ്ക്ക്, ഏതാണ്ട് ഒരു ടീമിന് 50 ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന തുക. അതിന്റെ
പകുതിയിലേറെ നൽകി സഞ്ജു സാംസനെ കഴിഞ്ഞ തവണ കൊച്ചി ടീം സ്വന്തമാക്കിയിരുന്നു. അത്തരത്തിൽ അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ, ആരാണ് ഈ സീസണിൽ അത്ഭുതമായി മാറാൻ പോകുന്നതൊക്കെ വരും മണിക്കൂറിൽ കാത്തുനിന്ന് കാണാം. തിരുവനന്തപുരത്ത് കോവളത്തെ ഹോട്ടലിലാണ് ഈ താരലേലം പുരോഗമിക്കുന്നത്. അഭിലാഷ്. യെസ്, KCL 3ാം സീസണിലേക്കുള്ള താരലേലമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ നടന്ന ലേലത്തിൽ സച്ചിൻ ബേബിക്ക് തന്നെയാണ് ഏറ്റവും ഉയർന്ന തുക ലഭിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയ്ക്കാണ് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം വിഘ്നേഷ് പുത്തൂർ മലയാളികളുടെ അഭിമാനമായി IPL-ൽ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള താരമാണ്. പക്ഷേ വിഘ്നേഷ് പുത്തൂരിനെ ഈ സീസണിൽ KCL-ൽ ആരും ആദ്യ റൗണ്ടിൽ വിളിച്ചില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അടിസ്ഥാന വില 3 ലക്ഷമാണ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.